ഞങ്ങളുടെ വീട്ടിൽ കുട്ടി കർഷകൻ വെച്ച വാഴയാട്ടോ. അതിൽ 4 കൊലയുണ്ടായി. അതിൽ 2 കൊലയൊന്ന് മൂത്ത് കിട്ടോ. അത് വിറ്റിട്ട് അവന് തന്നെ കാശ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് കൃഷി ചെയ്യാനൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ. ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് എന്താ സ്പെഷ്യൽ നോക്കാം. ഇന്ന് വാഴച്ചുണ്ട് തോരനും മോര് കാച്ചിയതും കേട്ടോ. വാഴച്ചുണ്ട് ആദ്യം അരിഞ്ഞു. അതിന് ശേഷം നമ്മൾ തേങ്ങ ഒതുക്കി ചേർക്കുകയാണ്. ഒതുക്കുന്ന തേങ്ങയിലേക്ക് വെളുത്തുള്ളി, ചെറിയ ജീരകം, കാന്താരി മുളക് ഇത്രയും സാധനം ചേർത്തായിട്ട് ഒതുക്കിയത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഇളക്കി ഒന്ന് മൂടി വയ്ക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ഒരു ആവി വന്നതിന് ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു കുക്കറിൽ ചെറുപയറോ വൻപയറോ വേവിക്കാൻ വയ്ക്കാം. ഞാനിവിടെ ചെറുപയറാണ് വേവിക്കാൻ വയ്ക്കുന്നത്. ചെറുപയർ വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുപയർ ചെറിയ വെള്ളത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് കാരണം മുഴുവനോടും ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ തീ കൂട്ടി വെച്ച് ഇളക്കി പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ വാഴച്ചുണ്ട് തോരൻ റെഡിയായി. ഇനി നമുക്ക് അടുത്ത കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോര് കാച്ചിയതാണ്. മോര് കാച്ചാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ മോര് കാച്ചുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കടുകും ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് കരിവേപ്പിലയും സവോളയും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് ഒരു തിള വരുമ്പോഴത്തേക്കിന് നമുക്ക് മോര് അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഞാൻ മിക്സിയിൽ തന്നെയാണ് മോരും അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 കറി റെഡി ആയിട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യും. പണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറയും നീ കുക്കിംഗ് പഠിക്കുകയെന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ എൻജിനീയർ അല്ലേ, എനിക്ക് വലുതാകുമ്പോൾ സെർവൻറ്റിനെയൊക്കെ വെച്ചായിരിക്കും ഞാൻ കുക്ക് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല, സെർവൻ്റ് അവധിയുള്ള ദിവസം നീ കുക്ക് ചെയ്താൽ മതി എന്നും പറഞ്ഞ് എന്നെ പഠിപ്പിച്ച കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ സെർവൻറ്റ്. ഫുൾ പണി എനിക്ക്. പക്ഷേ അത് ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുക്കിംഗ് പഠിച്ചത് നന്നായെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഏതായാലും എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിക്കൂല. അപ്പോൾ നമ്മൾ കുക്കിംഗ് പഠിച്ചുകൊണ്ട് എന്നാ കുഴപ്പം. ഇവിടെ ഇന്ന് 2 ദിവസമായിട്ട് മഴ ഇല്ല. അത് കാരണം ഇഷ്ടം പോലെ തുണി ഉണങ്ങാനുണ്ട്. ഇന്നിപ്പോൾ 3ാമത്തെ ട്രിപ്പാണ് ഞാൻ തുണി എടുക്കുകയും ചെയ്യുന്നത്. കസാര സ്റ്റൂള് എല്ലാം കഴുകി വെച്ച് സാറ്റർഡേ അല്ലേ, ക്ലീനിങ്ങും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പോകണം. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ ചോറുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം നമ്മുടെ ചോറ്, മോര് കാച്ചിയത്, പിന്നെ നമ്മുടെ വാഴച്ചുണ്ട് തോരൻ, പിന്നെ പപ്പടവും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്ന കാട്ടുമാങ്ങ അച്ചാറാട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടുമാങ്ങ അച്ചാറിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. കാട്ടുമാങ്ങ അച്ചാറിന് നല്ല മണമൊക്കെ വരും കേട്ടോ. എന്നിട്ട് RRR സിനിമ ഉണ്ടായിരുന്നു ഇന്ന് TV-യിൽ ശനിയാഴ്ച ദിവസം ആയപ്പോഴത്തേന്. ഞാനും കൊച്ചും കൂടെ അതൊക്കെ കഴിച്ചിട്ട് ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.